മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ടി.കെ. നായർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, ഈ സമയത്ത് സംസാരിക്കുക അത്ര എളുപ്പമായിരിക്കില്ല, കാരണം അത്രമേൽ വ്യക്തിബന്ധമുള്ള ഒരാളാണ് വിട വാങ്ങുന്നത്. ഈ സമയത്ത് എങ്ങനെ ഓർത്തെടുക്കുന്നു മൻമോഹൻ സിംഗിനെ? സർ, കേൾക്കാമോ? ഹലോ സർ, ഞാൻ പറയുന്നത് കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഞാൻ ചോദിച്ചത്, അത്രമേൽ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗുമായി. എത്രയോ വർഷങ്ങളുടെ പരിചയമുണ്ട്. ഈ സമയത്ത് സംസാരിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. എന്നാലും ആ ഓർമ്മകൾ, അദ്ദേഹവുമായുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാൻ കഴിയുമോ താങ്കൾക്ക്? 10 വർഷക്കാലം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സഹായിയായി പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടായി. ഇന്ത്യ എന്നല്ല, ലോകത്തുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും ആദരിച്ച് ബഹുമാനിച്ച് ഇരുന്ന ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഈ 10 കൊല്ലത്തെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹവുമായിട്ട് പെരുമാറിയിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എല്ലാ സമയത്തും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, സ്വന്തം താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നും വകവയ്ക്കാതെ, അതിൽ ഒന്നും ശ്രദ്ധ ചെലുത്താതെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏറ്റവും വിനയാന്വിതനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന് അദ്ദേഹത്തെ ലോകം ഓർക്കും. അദ്ദേഹവും വളരെ എന്താ പറയുക, ചലഞ്ചസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ 2004 മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി വരിക. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായാലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനായാലും, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം ഏറ്റവും മഹത്തായ രീതിയിലുള്ള പിന്നെ പ്രോജക്ട്സുകളും അതുപോലെ തന്നെ പരിപാടികളും അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാജ്യത്ത് തൊഴിലില്ലായ്മയെ നേരിടുന്നതിനും വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അതിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇന്നും വളരെ വളരെ അധികം ആളുകളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സ്കീമാണത്. അതേമാതിരി പിന്നെ ദരിദ്രരായ ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരുന്നതിന് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ലക്ഷോപലക്ഷം ആളുകൾ മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ എബോവ് പോവർട്ടി ലൈൻ അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ വളരെ മഹത്തായ കാര്യങ്ങൾ തുടങ്ങുന്നതിനും അതിനെ പ്രാവർത്തികമാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ലോകത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മുഴുവനും എന്ന് മാത്രമല്ല ലോകത്തിനും ഒരു മഹാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹം കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമായിരുന്നില്ല എന്നുള്ളത്. സർ, അങ്ങ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതാണ് ദീർഘകാലം. അതിനു മുൻപും അങ്ങ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ നമ്മുടെ രാജ്യം എങ്ങനെയായി തീരണം, സാമ്പത്തിക രംഗത്ത് അദ്ദേഹം പരിഷ്കർത്താവ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് അതെന്തായിരുന്നു? അതിൽ എവിടെ വരെ നമുക്ക് ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്? നമ്മൾ വളരെ ദൂരം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ പോകുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്.